കുട്ടികളെ നമ്മൾ ബിൽഡ് ചെയ്യുന്നതിലേക്ക് നിങ്ങൾ വഹിച്ച പങ്ക് ഒന്ന് ഞങ്ങൾ അറിയിക്കും. അല്ല, എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 പെൺകുട്ടികളാണ്. അവര് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുണ്ട്, പഠിപ്പുണ്ട്, എളിമയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോൾ താൽക്കാലികമായിട്ട് മുഴുവൻ സമയം ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല. അവരുടെ കുട്ടികളെ പരിപാലിക്കുന്നതിലാണ് അവർക്ക് കൂടുതൽ ശ്രദ്ധ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക കുടുംബങ്ങളിലും ആ ഒരു ലാളിത്യവും ആ ഒരു കുലീനതയും ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ വിദേശത്തൊക്കെ പോകുന്ന സമയത്താണ് പലപ്പോഴും കൾച്ചർ മാറിക്കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ ഒരുപക്ഷെ അത് അവരുടെ കാഴ്ചപ്പാടിൽ അത് ശരിയായിരിക്കാം. പക്ഷെ ഇപ്പൊ താങ്കൾ ഈ പറയുന്നത് പല കുടുംബങ്ങളിലും, ഇപ്പൊ ഞാൻ വേൾഡ് മലയാളി കൗൺസിലിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു പച്ചക്കറി തന്നെ, തക്കാളി ഉണ്ടാക്കുന്നത് ഭൂമിയുടെ അടിയിലാണോ ചെടിയുടെ മുകളിലാണോ എന്ന് ചോദിച്ചാൽ പോലും അത് മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുട്ടികളെ ഞാൻ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോകുന്നു, ഒരു കിണർ കാണാത്ത കുട്ടികൾ, ഒരു കൃഷി കാണാത്ത കുട്ടികൾ, അങ്ങനെയാണ് ഇന്ന് കുട്ടികൾ വളരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം. ഞാൻ ചെന്നൈയിലാണ്, എൻ്റെ മക്കൾ ജനിച്ചത്, എൻ്റെ വൈഫും ജനിച്ചത് ചെന്നൈയിലാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കേരളത്തിൽ വരും, എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. ഞാൻ വർഷത്തിലൊരിക്കൽ ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും ഒരിക്കലെങ്കിലും അവരുടെ വീടുകളിൽ പോയി കാണാറുണ്ട്, കുടുംബസംഗമം നടത്തുന്നതിന് പുറമെ. ഇതിലൂടെയാണ് ഇങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.